വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കമ്പാട് സ്വദേശി KT കലാധരൻ, മാതാവ് ഉഷ, കലാധരന്റെ മക്കൾ എന്നിവരാണ് മരിച്ചത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണല്ലോ ഈ രാത്രി നമ്മളെ തേടിയെത്തുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? 4 പേരാണ് മരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് മരണം സംഭവിച്ചത്? ആത്മഹത്യയാണോ? അശ്വതി, ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കണ്ണൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരിച്ചത് രാമന്തളി വടക്കുംപാട് സ്വദേശിയായ KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ 5ഉം 2ഉം വയസ്സുള്ള 2 മക്കൾ, ഇവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് കലാധരനെയും അമ്മ ഉഷയെയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികളെ താഴെ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടത്. ഇവർ കുടുംബ പ്രശ്നമാണ് ഈ മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമായി പറയപ്പെടുന്നത്. അതായത് കലാധരനും ഭാര്യയും കുറച്ചു നാളുകളായി പിരിഞ്ഞു താമസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന് തൊട്ടു പിന്നാലെ വന്ന് അമ്മയും ഈ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മയും കൂട്ടി കെട്ടി ഈ കലാധരൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസോട് പ്രാഥമിക പരിശോധന നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അശ്വതി, വളരെ വിഷമകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഈ കുട്ടികളെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? കുട്ടികളുടെ മൃതദേഹം എവിടെ നിന്നാണ് മിഥുൻ ലഭിച്ചത്? വീട്ടിനുള്ളിൽ തന്നെയാണ് അശ്വതി മൃതദേഹങ്ങൾ ഉണ്ടായത്. കുട്ടികളെ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. അതായത് കലാധരനും അമ്മ ഉഷ, അമ്മ 60 വയസ്സുള്ള ഉഷയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 2 മക്കളാണ്. അത് 5 വയസ്സുള്ള മകൾ ഹിമ, 2 വയസ്സുള്ള കണ്ണൻ എന്നിവരെയാണ് നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മയും ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഏതായാലും പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. മിഥുൻ, ഈ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ഒപ്പം ഈ സംഭവ സമയത്ത് അയൽവാസികൾ അവർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? നിലവിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിഞ്ഞത്. കലാധരനും അമ്മയും ഈ മക്കളുമാണ് ഇവിടെ താമസം ഉണ്ടായിരുന്നത്. ഭാര്യ അവരുടെ വീട്ടിൽ ഇവർ ഈ കുടുംബ പ്രശ്നത്തെ തുടർന്ന് മാറിയാണ് താമസിച്ചിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് ആ സംഭവത്തിന് ശേഷം, അതായത് എന്തോ ചില പ്രശ്നങ്ങൾ ഇവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ പ്രദേശവാസികളിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പ്രശ്നങ്ങളുടെ തുടർന്നാണ് കുഞ്ഞുങ്ങളെ കൊന്ന് ഇവർ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതിന് വളരെ ദാരുണമായ സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കുടുംബത്തിലുള്ള ആരോ തന്നെ വൈകുന്നേരം വന്നു നോക്കിയ സമയത്താണ് ഈ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ മറ്റ് അസ്വാഭാവികതകളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് സൂചന. അശ്വതി, തീർച്ചയായും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ്. കണ്ണൂർ രാമന്തളിയിലാണ് ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കമ്പാട് സ്വദേശി KT കലാധരൻ, മാതാവ് ഉഷ, കലാധരന്റെ മക്കള എന്നിവരാണ് മരിച്ചത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോലീസ് വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നിലവിൽ ഇതിൽ അസ്വാഭാവികതയൊന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ കുട്ടികൾ മരിച്ച നിലയിൽ തറയിൽ കിടക്കുകയായിരുന്നു. ഈ കലാധരന്റെ മാതാവും തൂങ്ങി മരിച്ച നിലയിലുമാണ്. എന്തായാലും ഇവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് കുട്ടികളെ കൊലപ്പെടുത്തിയതിനു ശേഷം അമ്മയും മകനും ജീവൻ ഒടുക്കിയെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം ഈ കലാധരന്റെ ഭാര്യ അവർ ഒരുപാട് നാളുകളായി പിണങ്ങിക്കഴിയുകയാണ്. ഈ കുട്ടികൾ കലാധരനോടൊപ്പമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. എന്തായാലും സമീപവാസികളൊക്കെ പറയുന്നത് കുടുംബ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഈ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന വിവരം. വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.